30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഫാസിസ്റ്റ് നടപടികളെ ചെറുത്തുകൊണ്ട് IFFK ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരവും മികച്ച സംവിധായകനുള്ള രചന ചകോരവും അടക്കം അവാർഡുകൾ സമ്മാനിച്ചു. ചലച്ചിത്രമേളയിൽ സിനിമകൾക്ക് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. 30 വർഷം പ്രായമായ IFFKയെ ഞെരിച്ചു കൊല്ലാനുള്ള നടപടിയാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായത്. ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്പാനിഷ് ചിത്രം ബീഫിന് കേന്ദ്രം അനുമതി നിഷേധിച്ചെന്നും മുഖ്യമന്ത്രി. ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. എന്താണ് കാരണം? ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു. മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രമായ 2 സീസൺ 2 സ്ട്രേഞ്ചേഴ്സ് കരസ്ഥമാക്കി. മികച്ച നവാഗത സംവിധാനത്തിലുള്ള രജത ചകോരം ഷാഡോ ബോക്സ് സംവിധാനം ചെയ്ത സൗമ്യനന്ദ സഹി, തനുശ്രീ ദാസ് എന്നിവർക്ക് ലഭിച്ചു. സ്പാനിഷ് ചിത്രം ബിഫോർ ദി ബോഡി ഒരുക്കിയ കരീന പിയാസ, ലൂസിയ ബ്രാസ്ലസ് എന്നിവരാണ് മികച്ച സംവിധായകർ. ഷാഡോ ബോക്സിലെ അഭിനയത്തിന് തിലോത്തമ ഷോം സ്പെഷ്യൽ ജൂറി മെൻഷനും അർഹയായി. മികച്ച സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഗിഡ്ഗി ഗാവ് നേടി. മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത തന്തപ്പേര് എന്ന ചലച്ചിത്രമാണ്. 24 തിരുവനന്തപുരം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മാധ്യമ അവാർഡ് 24ന് മികച്ച റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരം 24 തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർ മേഘന മുരളി ഏറ്റുവാങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.